ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ അവസാനിപ്പിച്ചോ? അയ്യോ, ബ്ലാക്ക് മെയിലിംഗ് ചെയ്തതിന് എനിക്ക് കണക്കിന് കിട്ടിയല്ലോ. പിന്നെ ഇപ്പൊ വിളിപ്പിച്ചെന്റെ കാര്യം എന്താണെന്ന് പറ. അത് പിന്നെ എന്തൊക്കെ കൊള്ളരുതായ്മ ചെയ്തെന്ന് പറഞ്ഞാലും ഞാനൊരു നന്മ ചെയ്തിട്ടുണ്ട്. അറിയാം, കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് എന്നെ പറഞ്ഞു വിട്ടു. അതിന് കാരണക്കാര് രണ്ടുപേരാ. ഒന്ന് നിങ്ങളും, പിന്നെന്റെ രണ്ടാനച്ഛനും. ഓ, പിന്നെ രണ്ടാളും നല്ല ഉദ്ദേശത്തോടെ അല്ലല്ലോ അത് ചെയ്തത്. എങ്കിലും അത് പിന്നെ നന്നായി വന്നില്ലേ മോളെ? അത് ദൈവത്തിന് സത്യങ്ങൾ അറിയാവുന്നതുകൊണ്ട്. പാവപ്പെട്ട ഒരു അച്ഛന്റെ മരണത്തിനും മകന്റെ തളർച്ചയ്ക്കും കാരണമായത് പ്രതാപൻ എന്ന ആ മനുഷ്യനാണെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാ വർഷങ്ങൾക്ക് ശേഷം എന്നെയും കണ്ണേട്ടനെയും തമ്മിൽ ആ ശക്തി കൂട്ടിമുട്ടിച്ചത്. മോളെ, അതിന് നിമിത്തമായത് കരുണമോളാ. അവളെങ്ങനെയാ നിമിത്തമായത്? കരുണമോക്ക് നല്ലൊരു ബന്ധം വേണമെന്ന് പ്രതാപം പറഞ്ഞപ്പോ കമലേശ്വരം പോലൊരു വലിയ തറവാട്ടിലേക്ക് അവളെ ആലോചിച്ചാലോന്ന് ഞാനാ പ്രതാപനോട് പറഞ്ഞത്. അയാൾക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോഴാ മൂത്ത മോളായ മോടെ കാര്യം പ്രതാപൻ എടുത്തിട്ടത്. പിന്നെ മോടെ സാഹചര്യവും പറഞ്ഞു. ബാക്കി നിങ്ങൾ പറയണ്ട. അനിയത്തിയുടെ ബാല്യക്കാരി ആവാൻ വേണ്ടി അവൾക്കൊപ്പം കണ്ണേട്ടന്റെ കൂടെ എന്നെയും പറഞ്ഞു വിട്ടു. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ഇപ്പോ കരുണ വീട്ടുജോലി ചെയ്യുക. അത് അവളും അവളുടെ അച്ഛനും മുത്തശ്ശിയും കൂടെ ചെയ്ത പാപത്തിന്റെ ഫലവാ. വീട്ടുജോലി ഒന്നും ശീലിച്ചിട്ടില്ലാത്തൊരു പെൺകുട്ടി പെട്ടെന്ന് അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടല്ലേ മോളെ? കുറച്ച് ബുദ്ധിമുട്ടട്ടെ. എന്നിട്ട് വീട്ടുപണിയൊക്കെ അവള് നന്നായിട്ട് പഠിക്കട്ടെ. അവളെ നന്നാക്കാൻ വേണ്ടിട്ടാ ഞാനും കണ്ണേട്ടനും കൂടെ അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അല്ലാതെ അവളെ നശിക്കാനല്ല. എന്തേ, അവള് വിളിച്ചെന്തേലും പരാതി പറഞ്ഞോ? അയ്യോ, അവളൊന്നും പറഞ്ഞില്ല. പക്ഷെ പ്രതാപം വിളിച്ചിട്ട് കരയും പറയുകയൊക്കെ ചെയ്തു. അയാള് കുറച്ച് കരയട്ടെ. ലോറി ബൈക്കിലേക്ക് പാഞ്ഞു കയറിയ സമയത്ത് ഞാൻ അലറി വിളിച്ചതാ. അച്ഛ വണ്ടി നിർത്തുന്ന ഉറക്കെ പറഞ്ഞതാ. പക്ഷെ എന്റെ ആ ശബ്ദം ഉണ്ടല്ലോ, അന്ന് പെയ്ത മഴയിൽ ഒലിച്ചു പോയി. പക്ഷെ ആ ദിവസം നടന്നൊന്നും എനിക്കത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. അല്ല, ആ അപകടത്തിൽ നിങ്ങൾക്ക് എന്തേലും പങ്കുണ്ടോ? അത് കേട്ടപ്പോ നിങ്ങൾ ഞെട്ടിയല്ലോ. എനിക്ക് പങ്കുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? നിങ്ങളും കരുണയുടെ അച്ഛനും തമ്മിൽ വലിയ കൂട്ടായിരുന്നല്ലോ. അതുകൊണ്ടൊരു സംശയം, നിങ്ങൾക്കും അതിൽ എന്തെങ്കിലും പങ്കുണ്ടോന്ന്. എന്റെ മോളെ, എനിക്ക് പങ്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുമായിരുന്നോ? ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങളും നിങ്ങളുടെ മോനും ഒക്കെ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. ഞാൻ കണ്ണേട്ടന്റെ ഭാര്യയായി വന്നതിന് ശേഷം ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി മേഘൻ എന്തെല്ലാം വിദ്യകളാ കാണിച്ചത്. പിന്നെ ഭാര്യയെ സംശയിക്കാത്തൊരു ഭർത്താവിനെ എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ആർക്കും ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ അത്ര പെട്ടെന്നൊന്നും പറ്റില്ല. മോളെ മോളെ ഞാൻ ഈ കല്യാണം നടത്തിയതുകൊണ്ട് പ്രതാപന്റെ അമ്മയുടെയും വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടോണ്ടിരിക്കുക. അതിന് നിങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ ഈ കല്യാണം നടത്തിയത്. അതുകൊണ്ട് കുറച്ച് കേൾക്കുന്നത് നല്ലതാ. എന്തായാലും കരുണയുടെ അച്ഛനെതിരെ കണ്ണേട്ടൻ കേസ് കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല. കരുണയ്ക്ക് വേദനിച്ചാലേ അവളുടെ അച്ഛനും വേദനിക്കൂ. ആ മനുഷ്യനെ കോടതി കയറ്റി ജയിലിലേക്ക് പറഞ്ഞു വിട്ടാ അയാൾ കുറെ കാലം അവിടെ കിടന്നിട്ട് ഇറങ്ങി വരും. എന്നാൽ അയാൾ കാണണം സ്വന്തം കൺമുന്നിൽ കിടന്ന് അയാളുടെ മോള് കഷ്ടപ്പെടുന്നത്. അത് കണ്ണേട്ടൻ വിധിച്ച ശിക്ഷയാ. കണ്ണേട്ടന്റെ ഭാര്യ എന്ന നിലയിൽ അത് കേൾക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. അതുകൊണ്ട് അതിനി ആര് ചെയ്യരുതെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്തിരിക്കും.